കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് കാണുക, അതോടൊപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് പുറത്ത് ഡോക്ടറുടെ അടുത്ത് പറഞ്ഞ് ഫേസ് ചെയ്ത് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് പറയുന്നത്. അതുപോലെ കൂട്ടുകാരോട് ഒരു ഷെയർ ചെയ്യാൻ നാണക്കേട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ശരിയാണെന്ന് തോന്നുന്നൊരു കാര്യമാണ്. നമ്മുടെ തുടയ്ക്കിടയിലുള്ള കറുപ്പും അതുപോലെ ചൊറിച്ചിലും കൂടെ വല്ലാത്തൊരു സ്മെല്ലും, നമ്മൾ അത് നാറ്റം എന്ന് പറയുന്ന ഒരു വല്ലാത്ത സ്മെല്ലാണ്. കാരണം അത് പലർക്കും അരോചകമായി, സ്വയം അരോചകമായി തോന്നുന്ന ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാവുന്ന ധാരാളം പേരുണ്ട്. ഇതുണ്ടാവുന്നതെന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇറുകിയ ഡ്രസ്സിങ്, കൂടുതലും സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണത്. അത് എടുത്തു പറയാം. പുരുഷന്മാരിലും ധാരാളമുണ്ട്. കാരണം സ്ത്രീകളിൽ കണ്ടുവരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഡ്രസ്സിങ്ങിൻ്റെ പ്രത്യേകതകൾ. കാരണം നമ്മൾ അടിവസ്ത്രം യൂസ് ചെയ്യുമ്പോൾ ശരിക്കും നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതുപോലെ അടിവസ്ത്രം യൂസ് ചെയ്യുന്നത് വൃത്തിയായിട്ടായിരിക്കണം. നമ്മൾ ഒരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് ഒരു യാത്രയിൽ തന്നെ ഉടനെ തന്നെ എടുത്ത് കഴുകി മാറ്റുക. അതുപോലെ നന്നായിട്ട് ഉണക്കുക. അടിവസ്ത്രം നന്നായിട്ട് ഉണങ്ങുന്ന സ്ഥലത്ത് തന്നെ ഇട്ട് ഉണക്കിയെടുക്കുക. കാരണം ഈർപ്പം നിൽക്കുന്നത് വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. ആൻറ്റി ബാക്ടീരിയൽ ശല്യം ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ആ ഭാഗത്ത്. അതുപോലെ നേർത്ത ഒരു ഭാഗമാണ് ആ ഭാഗം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വിയർപ്പ് കൂടുതൽ തങ്ങുന്നത്, നമ്മൾ ആ ഭാഗം കൂടുതൽ, അതെല്ലാവർക്കുമാണ് വിയർപ്പ് കൂടുതൽ തങ്ങുന്നുണ്ട്. അങ്ങനെ തങ്ങുമ്പം നമ്മൾ എടുക്കുന്ന ഡ്രസ്സിങ്, അതായത് തുണി, വിയർപ്പ് പിടിക്കുന്ന തുണിയാണെങ്കിൽ രക്ഷപ്പെട്ടു. കാരണം വിയർപ്പ് അത് തുണിയിൽ പിടിച്ചാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ കുറവുണ്ടാവും. എങ്കിൽ പോലും ആ ഭാഗത്ത് നേരത്തെ പറഞ്ഞ കണക്ക് ഇറുകിയ ഭാഗവും നേർത്ത ഭാഗവും ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു വല്ലാത്ത സ്മെല്ലും, അതുപോലെ അഴുക്ക് കൂടാനും, അതുപോലെ തന്നെ കറുപ്പ് കൂടാനും, ബാക്ടീരിയയുടെ ശല്യം കൊണ്ട് ചൊറിച്ചിലുണ്ടാവാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് പേർ കൊണ്ടുവന്നാലും അങ്ങനെ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റാനായിട്ട് പലരും രഹസ്യമായിട്ടെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങി തേക്കുന്നുണ്ട്. ഇതിന് പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ത്വക്കിന് മറ്റ് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കി നമ്മുടെ ത്വക്കിന് കട്ടിയുണ്ടാവും. ചിലപ്പം അതുമാത്രമല്ല മുറിവൊക്കെ ഉണ്ടാകുന്നുണ്ട്. അത് മുറിവുണ്ടാകുന്ന പറയുമ്പം മരുന്നിട്ടിട്ടല്ല, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ യാത്രയിൽ ഇടയ്ക്ക് അരഞ്ഞ് മുറിവുണ്ടാകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അരയുന്നതിനൊക്കെ ഒരു കാരണമാണിത്. വിയർപ്പ് കൂടുതൽ തങ്ങിയതിന് ശേഷം എല്ലാവരും നടക്കുമ്പം അരയുന്നുണ്ട്. പക്ഷേ വിയർപ്പ് കൂടുതൽ തങ്ങി വരുമ്പോഴത്തേക്കും ആ ഭാഗത്ത് ബാക്ടീരിയ ഉണ്ടാവുകയും അത് ഇങ്ങനെ നടക്കുമ്പം നമ്മൾ നടന്ന് സഞ്ചരിക്കുന്നില്ല കൂടുതലും. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് ഇരിക്കുകയല്ല നമ്മൾ ഒരിക്കലും, അങ്ങനെയുള്ള ഒരു ആളും അങ്ങനെ ഇല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഭാഗത്ത് മുറിവ്, രണ്ട് ഭാഗത്തും മുറിവ്, ചെറിയ മുറിവുണ്ടായി നീറ്റലും, അതുപോലെ അതായത് മുറിവുണ്ടായി എന്ന് പറയുമ്പോഴത്തേക്കും തൊലി അടർന്ന് മാറി ഉണ്ടാകുന്ന ഒരവസ്ഥ. അവിടെ നല്ല ചുമപ്പ് വരികയും പിന്നീട് അത് നീറ്റലടിച്ച് 2 ദിവസം കഴിയുമ്പോൾ അവിടെ കറുപ്പാവുകയും, അത് ഒക്കെ ബാക്ടീരിയയുടെ ശല്യവും ഒക്കെ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്കത് മാറാനായിട്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നത് പലരും അരോചകമായിട്ട് തോന്നണ്ട. കാരണം വിശദമായിട്ട് പറയുന്നത് തെറ്റായിട്ട് കരുതുകയും വേണ്ട. ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനാണ്. എല്ലാവർക്കും വീഡിയോ കാണുന്നവർക്ക് ശരിയാണ്, എനിക്കങ്ങനെ ഉണ്ടാകുന്നുണ്ടെന്ന് കറക്റ്റായിട്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു ദീർഘമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ കുളിക്കുന്ന വെള്ളം കറക്റ്റായിട്ട് നല്ലത്. അതുപോലെ ഇടയ്ക്ക് നമ്മൾ വെള്ളത്തിലേക്ക് എന്തെങ്കിലും മറ്റേ നമ്മൾ സോപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമുക്ക് യോജിച്ച സോപ്പിട്ടേ കുളിക്കാവൂ എന്ന് തന്നെ പറയാം. ഡെറ്റോൾ ഞാൻ അടുത്ത് പറയാൻ വന്നതാണ്. ഡെറ്റോൾ ലേശം വെള്ളത്തിൽ ഒരു 2 തുള്ളിയൊക്കെ ഒഴിച്ച ശേഷം അതിൽ കുളിക്കുന്നത് നല്ലതാണ്. കാരണം രോഗാണുക്കളെ അകറ്റാൻ ബെസ്റ്റായ ഒരു മാർഗ്ഗമാണ്. ഡെറ്റോളിനെ നമുക്ക് അങ്ങനെ തന്നെ പറയാം. പിന്നെ നല്ല സോപ്പ് തിരഞ്ഞെടുക്കാൻ പഠിക്കണം. നമ്മുടെ ത്വക്കിന് ചേർന്ന ചില സോപ്പുകളുണ്ട്. അല്ലാതെ നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ സോപ്പും നമുക്ക് ചേരണമെന്ന് ഇല്ല. പിന്നെ എന്ന് പറയുന്നത് വൃത്തി വേണം. വൃത്തിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെയും കറുപ്പും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് ആൻറ്റി ബാക്ടീരിയൽ വന്ന് അടിഞ്ഞുകൂടി പോയാൽ അത് മാറാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മളതിനെ എന്തെങ്കിലും കുറേ ഇതൊക്കെ മേടിച്ച് തേച്ച് കഴിഞ്ഞാലും പിന്നെയും പ്രശ്നം ഉണ്ടാകും. നമുക്ക് മറ്റ് ദോഷങ്ങളില്ല. പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന 1-2 കാര്യം കൊണ്ട് നമുക്കത് മാറ്റാം. ഞാൻ അതിലേക്ക് വരികയാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം നമ്മളെ
ട്രീ ട്രീ ഓയിലും ആര്യവേപ്പുമാണ് വേണ്ടത്. അപ്പോൾ ഈ ആര്യവേപ്പിൻ്റെ കുറച്ച് എടുത്തിട്ട് നമ്മൾ പിന്നെ ലേശം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ 2 സ്പൂൺ ട്രീ ട്രീ ഓയിൽ അതിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മൾ നന്നായിട്ട് തേച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി കുറച്ച് നേരം അപ്ലൈ ചെയ്ത് വെച്ചേക്കുക. ഒരു 10 മിനിറ്റോളം നമ്മൾ ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മളത് കഴുകി മാറ്റുക, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് എത്രയും വേണം. കാരണം നമുക്ക് കാര്യം നടക്കണം, അത് ഭംഗിയാവുകയും വേണം. മാറ്റിയ ശേഷം നമ്മൾ ഒരു 15 മിനിറ്റിന് ശേഷം കഴുകി കളഞ്ഞ് ഇതിന് ശേഷം നമ്മളൊരു ഉണങ്ങിയ ടവലെടുത്ത് ആ ഭാഗത്ത് നന്നായി ഉപ്പി ആ വെള്ളമയം മാറ്റിയിട്ട് നന്നായിട്ട് പച്ച വെളിച്ചെണ്ണ, നമ്മൾ പച്ച വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ആൻറ്റി ബാക്ടീരിയകളെയൊക്കെ ഇല്ലാതാക്കാൻ, ബാക്ടീരിയയുടെ ശല്യം ഇല്ലെങ്കിൽ ഇല്ലാതാക്കാനും, അപ്പം കറുപ്പ് മാറ്റാനും ചൊറിച്ചിലുണ്ടാവാതിരിക്കാനും ഒക്കെയുള്ള വളരെ ബെസ്റ്റായ ഒരു മാർഗ്ഗം കൂടെയാണ് പച്ച വെളിച്ചെണ്ണ. പച്ച വെളിച്ചെണ്ണ നമ്മൾ നന്നായിട്ട് ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞ് പച്ച വെളിച്ചെണ്ണ ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഡ്രസ്സ് ധരിച്ചാലും അതവിടെ തന്നെ കാണും. പിന്നെ അത് അരോചകമായിട്ട് തോന്നുന്നെങ്കിൽ നമുക്ക് ഒരു 15 മിനിറ്റ് ശേഷം തുടച്ച് മാറ്റാവുന്നതാണ്. കഴുകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം പച്ച വെളിച്ചെണ്ണ ഈർപ്പം നിൽക്കുന്നത് ചൊറിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. പിന്നെ നമുക്ക് വേറൊരു മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ കറ്റാർവാഴ ജെല്ല്. കറ്റാർവാഴ ജെല്ല് പ്രകൃതിദത്തമായ ഒന്നാണ്, നിറം തരാൻ, അങ്ങനെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലെ ഏറ്റവും ബെസ്റ്റായ ഒരു മാർഗം. പിന്നെ കറ്റാർവാഴ ജെല്ലിന് അനവധി ഗുണങ്ങൾ ഉള്ള ഒന്നാണ് കറ്റാർവാഴ ജെല്ല്. കറ്റാർവാഴ ജെല്ലും ട്രീ ട്രീ ഓയിൽ ഒരു 2 സ്പൂൺ ട്രീ ട്രീ ഓയിലും 1 സ്പൂൺ കറ്റാർവാഴ ജെല്ലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഈ ഭാഗത്ത് അപ്ലൈ ചെയ്യുക. അതൊരു 10 മിനിറ്റ് ശേഷം പിന്നെ കഴുകി കളയുക. നിങ്ങളിത് തുടർച്ചയായിട്ട്, കാരണം വളരെ ബെസ്റ്റ് മാർഗ്ഗമാണ്. ട്രീ ട്രീ ഓയിലിനൊക്കെ ഒരുപാട് ബെസ്റ്റായ ഗുണങ്ങളാണ് നമുക്ക് തരുന്നത്. ഇത് ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകി കളയുക. നമ്മുടെ തുടയ്ക്ക് ഇടയിലുള്ള കറുപ്പും അതുപോലെ ചൊറിച്ചിലും അതുപോലെ ഒരു വല്ലാത്ത സ്മെല്ലും ഒക്കെ മാറും. ആ ഭാഗത്ത് നിറം, സാധാരണ ത്വക്കിൻ്റെ നിറം വരാനും ഒക്കെ സഹായിക്കുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഫലം കിട്ടും. അത് ഒരു സൈഡ് എഫക്റ്റും ഉള്ള കാര്യങ്ങളല്ല ഈ പറഞ്ഞ രണ്ടും. ഇത് ചെയ്താൽ മാറും. ആ ഒരു സ്മെല്ല്, നാറ്റം എന്ന് തന്നെ പറയാം, അത് മാറാനും അത് നിങ്ങൾക്ക് വൃത്തിയായിട്ട് ആ ഭാഗം സംരക്ഷിക്കാനും കഴിയും. തീർച്ചയായിട്ടും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നന്ദി.